ഹായ് ഹലോ. കൂടി വൈ ഊട്ടി ഇപ്പോൾ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂര് തേക്ക് കാടിനുള്ളിലാണ്. ഒരുപാട് പേർക്ക് അറിയാം ഈ റൂട്ട്. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറം, മഞ്ചേരി, നിലമ്പൂര്, നാടുകാണി വഴിയാണ് നമ്മൾ ഊട്ടി പോകുന്നത്. കുറച്ച് ഫ്രണ്ട്സാണ് പോകുന്നത്. ഓക്കെ, 4 പേരുണ്ട്. ഇത് മസ്നഗുഡി ടൗൺ ആണ്. മസ്നഗുഡി ചെറിയൊരു ടൗൺ ഏരിയ ആണ്. ഇവിടുന്ന് ഈ റൈറ്റിലോട്ട് കാണുന്ന വഴി, ഈ വഴിയിലായിരുന്നു ആദ്യം പോയിരുന്നത്. നമ്മൾ പഴയ പോയിരുന്ന റൂട്ടായിരുന്നു ഈ റൈറ്റ്, ഈ എടുക്കുന്ന റൈറ്റായിരുന്നു പഴയ നമ്മൾ മസ്നഗുഡി വഴി ഊട്ടി പോയിരുന്ന റൂട്ടായിരുന്നു. അത് നല്ല മനോഹരമായിട്ടുള്ള വഴികളാണ്, നല്ല മരങ്ങളും നല്ല നല്ല കാഴ്ചകൾ തരുന്ന റൂട്ടാണിത്. നല്ല പച്ചപ്പും നല്ല മരങ്ങളൊക്കെ ഉള്ളൊരു പ്രകൃതി മനോഹരമായിട്ടുള്ള റൂട്ടാണിത്. ഇത് ഫോട്ടോസിനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. നല്ല ഫ്രെയിമുകൾ കിട്ടും, ഫോട്ടോ ഫ്രെയിം ഇവിടുന്ന്. അതായത് നല്ല അടിപൊളി മരങ്ങളും നല്ല നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ആംബിയൻസ്. നല്ല നല്ല ഫോട്ടോസിന് പറ്റിയൊരു ഏരിയയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, ഒരു പ്രശ്നമില്ല. വണ്ടി നമ്മൾ നിർത്തുമ്പോൾ റോട്ടിൽ നിർത്തരുതെന്നുള്ളൂ. നമ്മൾ ഒതുക്കി പാർക്ക് ചെയ്ത് നിർത്തി നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരുപാട് ആൾക്കാരവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ വഴി ക്ലോസ് ആണ്. കാരണം ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട റൈറ്റില്ലേ, അതാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ള റൂട്ട്. അത് കഴിഞ്ഞ പ്രളയത്തിൽ ഈ റോഡ് തകർന്നിരുന്നു. അവിടെ ഒരു പാലം കയറി വന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു. പാലം കയറി വന്ന് ആ പാലം തകർന്നിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ. അതിപ്പോൾ വീണ്ടും പുതിയ പാലമൊക്കെ നിർമ്മിച്ച് റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി തന്നെ ഇനി പോണവർക്ക് പോവാം, മറ്റേ വഴി ക്ലോസ് ആണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ യാത്ര പോകുന്നതിന് മുന്നേ തമിഴ്നാട്ടിലേക്കാണെങ്കിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഇ പാസ് നിർബന്ധമായിട്ട് വേണം. എല്ലാം തന്നെ കണ്ടോ, വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നത് ഇ പാസ് ഇല്ലാത്തവരെ വണ്ടിയാണ് അവിടെ പിടിച്ചിട്ടിരിക്കണത്. നമുക്ക് ഇ പാസ് മുന്നേ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മളെ കയറ്റി വിട്ടു. ഇ പാസ് നിർബന്ധമാണ്. എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ആ ആകാശത്തിൻ്റെ ആ കളറൊക്കെ നോക്കി എന്താ കാണാൻ ഭംഗി. അതെവിടെ കിട്ടുക, എന്താ അതിൻ്റെ ഒരു ഭംഗി. ആകാശം ആ നീലും വെള്ളയൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള പ്രകൃതി പടച്ചോ നമുക്കിതങ്ങനെ നിർമ്മിച്ച് തന്നിരിക്കണം. ഇതൊക്കെ ഒന്ന് കാണണം ഗൈസ്. ഒരു വട്ടെങ്കിലും കാണണം, ഒരു വട്ടെങ്കിലും ഈ റൂട്ടിൽ പോകണം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണ് മസ്നഗുഡി വഴി ഊട്ടി. ഇതേപോലെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ റോട്ടിലുണ്ടാവും, പശുക്കളും കാര്യങ്ങളൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ അവരെയും പരിഗണിച്ചിട്ട് നമ്മൾ റോട്ടിൽ കൂടി യാത്ര ചെയ്യുക. നമ്മളൊന്ന് സൈഡായിട്ട് ഒതുക്കി കൊടുത്ത് പോയി കഴിഞ്ഞാൽ അവരും പോവും, നമ്മളും പോവും. നമ്മൾ മസ്നഗുഡി റൂട്ടിൽ വരികയാണെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ധൈര്യത്തിൽ പോരാ. ഇതാണ് മസ്നഗുഡി വഴി ഊട്ടി പോകുന്ന റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ലൊക്കേഷനാണിത്. ഈ ലൊക്കേഷൻ ഇപ്പോൾ ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഊട്ടിയിലെ ക്യാരറ്റ് ഫാമിലോട്ടാണ്. ഊട്ടിയിലെ ബെസ്റ്റ് ക്യാരറ്റ് ഫാമിലോട്ടാണ്. അവിടെ ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് കിട്ടും, ക്ലീൻ ചെയ്ത് അവിടെ വാഷ് ചെയ്തെടുക്കുന്നത് വീഡിയോ നമുക്ക് കാണാം. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇതാണ് നമ്മളെ ക്യാരറ്റ് ഫാമിലോട്ടുള്ള റോഡാണ്.
മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ നേരെ ക്യാരറ്റ് ഫാമിലോട്ടാണ്. റോഡ് വലിയ മോശമൊന്നുമില്ല, റോഡ് കാണുന്ന ഒരു ചെറിയ തന്നെ ഉള്ളൂ. കുഴപ്പമില്ല, അടുത്ത് തന്നെ ക്യാരറ്റ് ഫാം, ഒരു 150 മീറ്റർ അടുത്ത് തന്നെ മെയിൻ റോഡിൽ നിന്ന്. ഇതാണ് ഈ വീഡിയോ കാണുന്ന ഈ പ്ലേസാണ് ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് വിളവെടുത്തിട്ടാണ് നമ്മൾ ഇനി പോകുന്ന ലൊക്കേഷനിലേക്ക് ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരുന്നത്. തോട്ടത്തിൽ നിന്ന് പറിച്ച് കൊടുക്കുന്ന ക്യാരറ്റ് ഡയറക്റ്റ് ഇതാ വണ്ടിക്ക് ഇവിടെ കൊടുന്ന് ഇതിലോട്ടിടും. ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്ന് വാഷ് ചെയ്ത് നേരെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോയി വേറൊരു മെഷീന്, അപ്പുറത്തതാ വേറൊരു മെഷീനുണ്ട്. ആ മെഷീനിൽ ചെന്ന് അതിൽ കറങ്ങി അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് അടുത്തൊരു മെഷീനിലോട്ട്, ഇതാ ഈ വീഡിയോ കാണുന്ന ഈ മെഷീനിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. അതിന് ശേഷം അതിനെ അടുത്തൊരു മെഷീനിലോട്ട് അവിടുന്ന് കയറ്റി വിടും. അതാ അടുത്തൊരു മെഷീനാണിത്. ഇതിൽ ചെന്നിട്ട് വീണ്ടും വാഷ് ചെയ്ത് അതിനെ ഒന്നും കൂടി ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി അടുത്ത മെഷീനിലോട്ട് വിട്ട് അവിടുന്ന് ഈ കാണുന്നത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരംതിരിച്ച് വലുതും ചെറുതും സൈസുകൾ വേറെ വേറെ ആക്കി അവിടുന്ന് അതാ ബോക്സിലോട്ട് അത് തരംതിരിക്കും. ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടും. അതിനെ പിന്നെ ഇതുപോലെ ചാക്കിലാക്കി, ഈ വെള്ളം അടിക്കണമെന്ന് പറഞ്ഞാൽ ഇത് കേടാവാതെ ഇരിക്കാനാണ്. ഒരു നനവിലിരുന്നാൽ ക്യാരറ്റ് കേടാവില്ല. harvesting one. காலையில 2 o'clock harvesting பண்ணி 6 o'clock 7 o'clock இங்க ஃப்ரெஷ்ஷா வந்து வாஷ் பண்ணுவோம். ஃப்ரெஷ்ஷா வாஷ் பண்ணிட்டு திரும்பி 11 o'clock 12 o'clock போது எல்லா இடத்துக்கும் போயிடும். சென்னை போகுது, கேரளா போகுது. ചെന്നൈ, കേരള, എറണാകുളം. ഇത് മെയിനായിട്ട് ഇവിടുന്ന് സപ്ലൈ ഉള്ളത് ചെന്നൈ, അതേപോലെ എറണാകുളം, മലപ്പുറം ഏരിയക്കൊക്കെ ഇവിടുന്ന് സംഭവം സെയിലുണ്ട്. ഓക്കെ, ഇവിടെ ക്യാരറ്റ് മാത്രല്ല ഇവരെ ഫാമിലുള്ളത്. ബീട്രൂട്ട് ഉണ്ട്, ഇവിടെ ബീട്രൂട്ട് ഉണ്ട്, അതേപോലെ നമ്മളെ കോളി ഇത് ഇവരെ ഫാമില് കൃഷി ചെയ്യുന്ന സംഭവമാണ്. അതേപോലെ ഗ്രീൻ പീസ് ആ സംഭവം ഇവിടെ കൃഷി ചെയ്യുന്നതാണ് തോട്ടത്തില്. സംഭവം നമുക്ക് തോട്ടം ഇവിടെ അടുത്തല്ല, കുറച്ച് ലോങ് ആണ്. ഇവരിവിടെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇവര് ഇവിടുന്ന് ലോഡ് ചെയ്ത് പുറത്തേക്ക് കയറ്റി വിടുന്നതാണ്. ഇതാണ് ശരിക്കും ഇവിടെ എന്താ പറയാ ഒരു ഫാം ഏരിയ, നേരത്തെ ഫാം ഏരിയ ആണിത്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് നമുക്ക് ഇനി ക്യാരറ്റ കാര്യമൊക്കെ നാട്ടിലേക്ക് ഹോൾസെയിൽ ആയിട്ടോ അല്ല മറ്റുള്ള പച്ചക്കറി കാര്യം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പറാണ് ഈ കാണുന്ന 2 നമ്പറിലും കോൺടാക്ട് ചെയ്താലും അവരെ കിട്ടും. ഹോൾസെയിലായിട്ട് നമുക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും ക്യാരറ്റോ മറ്റുള്ള പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. നമ്മൾ ക്യാരറ്റ് ഫാമിൽ നിന്ന് 8 കിലോമീറ്ററാണ് നമ്മളെ തേയില ഫാക്ടറിക്കുള്ള ദൂരം. അവിടെ തേയില ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും രണ്ടും കൂടി ഒരുമിച്ചാണ്. നമ്മളിപ്പോൾ തേയില ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. വരുന്ന വഴികളൊക്കെ ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് വരുന്ന റൂട്ടുകൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തേയില ഫാക്ടറിയിലെ എൻട്രൻസിലോട്ട് ഞാൻ പോയി. അത് ഊട്ടിയിലെ ഏറ്റവും നല്ലൊരു തേയില ഫാക്ടറിയാണ്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനും കൂടിയാണ്. ഇതാണ് തേയില ഫാക്ടറിൻ്റെ ലൊക്കേഷൻ. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. നല്ല തണുപ്പുള്ള കാറ്റും, നല്ല കാറ്റ്, നല്ല തണുപ്പുള്ള കാറ്റാണ്. ഇതാണ് നമ്മളെ തേയില ഫാക്ടറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. കാണുന്ന കാഴ്ചകൾ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. തേയില ഫാക്ടറിൻ്റെ ടോപ്പ് വ്യൂ ഏകദേശം ഊട്ടിയിലെ ഒരുവിധ ഏരിയകളൊക്കെ ഇങ്ങനെ കവറാവും. തേയില ഫാക്ടറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫ്ലവർ കാര്യങ്ങളൊക്കെ ഉള്ള ചെടികളൊക്കെ ഉണ്ട് ഇവിടെ.
ഇതാണ് ഫാക്ടറിന്റെ അകത്തോട്ടുള്ള എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഇതിനകത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറും. ഇതാണ് നമ്മളെ ചോക്ലേറ്റിൻ്റെ ഏകദേശം പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ കൊക്കോ ചോക്ലേറ്റാണ്, പ്യുവർ ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കഴിക്കാൻ നമുക്ക് നല്ല ചോക്ലേറ്റും കിട്ടും. അതിന് വേറെ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിലുള്ളതാണ്. നല്ല ടേസ്റ്റും കാര്യങ്ങളുള്ള ചോക്ലേറ്റ്. ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട്. ഡാർക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊക്കോ ചോക്ലേറ്റ് ആണ് ഡാർക്ക്. ചോക്ലേറ്റ് ഒക്കെ ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മുകളിൽ ഇതിൻ്റെ ടീൻ്റെ താഴെയാണ് ചോക്ലേറ്റിൻ്റെ ഫാക്ടറി താഴെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവന്നത്. ഇനി മുകളിലുള്ള ടീയാണ്, ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെയാണ് ഇതിന് മുകളിലാണ്. അതിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ടീ ഫാക്ടറിയിലുള്ള എൻട്രൻസ് ചെയ്യുന്നത്. നമ്മൾ തേയിലൻ്റെ ഫാക്ടറി. തേയിലകളാണ്. അതാണ് നമ്മളെ തേയില ഫാക്ടറിൻ്റെ മെയിൻ അകത്തോട്ട് പോകണം. തേയില നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ. ഫാക്ടറിൻ്റെ ഉള്ളിലെ മെഷീനറീസ് ആണ് നമ്മളെ തേയില പൊടിക്കുന്ന മെയിൻ മെഷീനറീസ്. ഇതിൻ്റെ ഏകദേശം ഫസ്റ്റ് സ്റ്റാർട്ടാണ്. തേയില ഈ മെഷീനിലിട്ട് മെഷീനിലൂടെ ഇങ്ങനെ കയറി നമുക്കൊരു ബ്രോ ഉണ്ട്. ബ്രോ ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ ബ്രോ പറഞ്ഞു. ஃபஸ்ட்டு ஸ்டார்டிங்கில் தேயிலை தோட்டம் இருக்குல்ல, நமக்கு வந்து 3 சைஸில் இலக்கு பறிக்கிறது. ஃபஸ்ட்டு செகண்டு தேர்டு. இதில் வந்துட்டு இந்த கொழுந்து வந்துட்டு ஒயிட் டீ இது கொஞ்சம் காஸ்ட்லி வரும். இது வந்து நமக்கு க்ரீன் டீ, டெண்டர் இது க்ரீன் டீ. மூணாவது இது பிளாக் டீ, நார்மல் டீ, டஸ்ட் டீ. சிம்பிளாக சொல்லணும்னா இந்த ஒயிட் டீ வந்து சிம்பிள் ப்ராசஸ். ஒரு 2 ദിവസം വന്നിട്ട് മെഷീനറീസിൻ്റെ ശബ്ദം കാരണം നമ്മളെ വീഡിയോ റെക്കോർഡിങ് ക്ലിയർ ആയിട്ടില്ല. ആളിത് നമുക്ക് പറഞ്ഞു തരണതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സിങ്ങുകളാണ്. കാരണം 3 ഐറ്റം തേയിലകളുണ്ട്. ഗ്രീൻ ടീ, നോർമൽ ടീ, അതേപോലെ മസാല ചായകൾക്കുള്ള അങ്ങനെ 3 ഐറ്റം തേയില ഇലകളാണ് അവിടെ അവരെ മെയിൻ കൃഷി ചെയ്യുന്നത്. അതിൽ ബാലൻസ്
പറഞ്ഞാൽ ശരിക്കും നമ്മളെ മൈലാഞ്ചി, നാടൻ മൈലാഞ്ചി ഒക്കെ അരച്ചാലങ്ങനെ അതേ ഒരു സ്മെല്ലാണ്. ആ തേയിലന്റെ കറക്റ്റ് ആ സ്മെല്ലാണ്. ഇതിന്റെ പ്രോസസ് സ്റ്റാർട്ടിങ് പ്രോസസ് அந்த இலையை பறிச்சா உடஞ்சிருச்சு. அதுல போட்டு ஈவினிங் நாளைக்கு மார்னிங் 9 o'clock வரைக்கும் நமக்கு நார்மல் ஹேர் ட்ரை மாய்ஸ்டர் மட்டும் இப்போ நமக்கு சாப்பிட்டேன் அதான் டிரான்ஸ்போர்ட் மேடம் சிடி $1000 சிம்பிளா சொல்லிட்டு நமக்கு இந்த இடத்துல 1% கிடைக்கும். சிம்பிளா சொல்லுவோம் 100% கிடைச்சிச்சுன்னா அந்த கிராமத்துக்கு கூட கம்மியாயிடும். ஏன்னா அந்த கிராமம் வந்து கொஞ்சம் கேப் வச்சுன்னா ஃபுல்லா போவாங்க. அப்ப அதனால கொஞ்சம் கம்மியாயிடும். அப்ப வந்துட்டு என்ன ஆகும், அந்த இன்னைக்கு நார்மல் ரொட்டேஷனுக்கு வந்துட்டு அந்த அரைச்சது செப்பரேட் ஆகும். அப்புறம் ரோலிங் பண்ணிட்டே இருக்கனால நமக்கு சின்ன சின்ன ரோல் சைஸ் ஆனால் அதில் 2 hours அதில் ஃபர்மெண்டேஷன் தான் ஒரிஜினல் டேஸ்ட் சேஞ்ச் ஆச்சு. அதுக்கப்புறம் அதில் சேஞ்ச் ஆயிடுச்சுன்னா தான் நேரம் கீழே போய் நான் ட்ரை பண்ணுவோம். ட்ரை பண்ணப்போ ஃபுல்லாக என்ன கலர் பார்க்கலாம். ஃபர்மெண்டேஷன் என்னது ப்ரௌன் ஆகும். 25 வெரைட்டி 25 வெரைட்டி 6 வெரைட்டி மசாலா ஏலக்காய் ஜிஞ்சர் மசாலா ஏலக்காய் ஜிஞ்சர் நார்மல் சாக்லேட் லெமன் 7 வெரைட்டி லெமனும் லெமன் ஜிஞ்சரும் லெமனும் லெமன் ஜிஞ்சர் 7 வெரைட்டி வந்துட்டு இதில் 6 லெமன் ஜிஞ்சரும் லெமன் ஜிஞ்சர் வந்து நம்ம நார்மலாக பாயில் ஆன் வாட்டர் அதில் ஒரு 2 பவுடர் மட்டும் போட்டு சுகர் போட்டு கொஞ்சம் லெமன் ടീന്റെ വിശേഷങ്ങളാണ്. സ്റ്റാഫിനെ ടീന്റെ നമ്മുടെ ഡീറ്റെയിൽസ് വന്നു. ഇവിടെ നല്ലൊരു ചായ കിട്ടും. സൂപ്പർ ഒരു ചായ കിട്ടും. മസാല ചായ ആണ് മസാല ചായ, സാദാ ചായ ആണ് സാദാ ചായ. പിന്നെ ഒരുപാട് വെറൈറ്റി ചായകളുണ്ട് ഇവിടെ. സൂപ്പർ മസാല ചായ. നമ്മളിവിടെ പ്രൈസും കാര്യമൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒപ്പം നമുക്കുള്ളതാണ് ചോക്ലേറ്റ്. ഒരു 2 പീസ് ചോക്ലേറ്റ് കിട്ടും. അതേപോലെ തന്നെ ഒരു നല്ലൊരു ചായ 2-3 ടൈപ്പ് ചായ ഉണ്ട്. മസാല ചായ ഉണ്ട്, അടുത്തുള്ള മസാല ചായ ഉണ്ട്, അതുപോലെ നോർമൽ ചായ ഉണ്ട്. ചായ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. സൂപ്പർ ചായ. ചായ കുടിച്ച് നമ്മളിങ്ങനെ ചായ കുടിച്ച് താഴേക്കൊക്കെ ഇങ്ങനെ താഴെ നല്ല ചായ കുടിക്കാറ്. ഇവിടെ താഴെ ചായപ്പൊടികൾ വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്ലെറ്റ് തന്നെ ഇവിടെ താഴെ ഉണ്ട്. ഇവരെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന എല്ലാവിധ ചായപ്പൊടികളും ഇവിടെ കിട്ടും. 25 ഐറ്റോളം ചായപ്പൊടികൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. അത് മൊത്തം വരെ ഈ ഔട്ട്ലെറ്റിലുണ്ടാവും. നമുക്ക് ഇതിൻ്റെ തൊട്ട മുകളിൽ തന്നെയാണ്, നമ്മളെ എക്സിറ്റിലാണ് ഇവരെ ചോക്ലേറ്റിൻ്റെ വേറൊരു ഔട്ട്ലെറ്റ് ഉള്ളത്. ഇതാണ് ഇവരെ ചോക്ലേറ്റ് ഔട്ട്ലെറ്റ്. ഇവിടെ നിർമ്മിക്കുന്ന എല്ലാ ചോക്ലേറ്റും ഇവിടെ കിട്ടും, ഈ ഔട്ട്ലെറ്റിൽ കിട്ടും. ഊട്ടിയിലെ മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്നിലെ കാഴ്ചകളാണ്.
ഉണ്ടെങ്കിൽ എന്ത് മനോഹരമായ കാഴ്ചയാണ്. അടിച്ചുപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ മാരക വ്യൂ. ഊട്ടിക്കൊന്നും യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസിനായിട്ട് ഇവിടെ കണ്ട വ്യൂ. ഇവിടെ തണുപ്പാണ്. നമ്മളിനി മേലൊക്കെ കേറുകയാണ്. എന്റെ പേര് റിയാന്. എന്റെ പേര് റാസിൻ. എന്റെ പേര് അലി റസാൻ. സിമ്പിൾ. നല്ല അടിപൊളി വ്യൂ ആട്ടോ. അവിടെ നല്ല തണുപ്പും നല്ല കാറ്റും, മാരക ക്ലൈമറ്റ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ ഊട്ടിയിലെ മൊട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിക്കുകയാണ്, നാട്ടിലോട്ട് തിരിക്കാൻ പോവാണ്. നമ്മൾ പോണത് ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട, മുത്തങ്ങ വഴിയാണ്. വയനാട് വഴിയാണ് നമ്മൾ തിരിച്ചു പോണത് നാട്ടിലോട്ട്.